വ്യൂ പോയിന്റ് കാണാനെന്ന പേരിൽ അത് കാണാൻ വേണ്ടി കയറി ചെന്ന 6 7 മക്കള് അവിടെ നിന്ന് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് മഞ്ഞു മൂടിയ ഇടങ്ങളിൽ കണ്ടാസ്വദിക്കാനും ആ കാഴ്ചകൾ കാണാനും ചെന്നപ്പോ ശക്തമായ ഇടിമിന്നൽ വരികയും ആ മിന്നൽ പിണൽ ആ പ്രിയപ്പെട്ട ഏകദേശം 4 അതിലധികമോ മക്കൾ അവിടുന്ന് മിന്നലേറ്റ് മരിച്ച വാർത്ത നമ്മൾ കേട്ടവരാണ്. 18-ന്റെയും 21-ന്റെയും ഇടയിൽ പ്രായമുള്ള മക്കളാണ്, ചെറുപ്പക്കാരാണ്, യൗവന ദശയിൽ വളരുന്ന മക്കളാണ്. ആ മക്കൾ ആ മിന്നലേറ്റുകൊണ്ട് മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ എല്ലാവരും ഏറെ സങ്കടത്തോടെയാണ് ആ വാർത്ത വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരുപാട് അപകടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ നാടിനെയും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അവിടെ ഓർമ്മപ്പെടുത്തി ദുൽഹിജ്ജ 1 തൊട്ട് മറ്റുള്ള ദിവസങ്ങൾ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് ആദരവ് നൽകിയാൽ അവരുടെ സമ്പത്തിൽ അവരുടെ മക്കളിൽ അല്ലാഹു സംരക്ഷണം നൽകുന്നതാണ്. വീണ്ടും പറഞ്ഞു, പാപങ്ങളൊക്കെ പോകാനുള്ള കാരണമായി മാറുന്നതാണ്. 5-ാമതായി ഓർമ്മപ്പെടുത്തി, ചെയ്യുന്ന നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തി, മരണമാസന്നമാകുന്ന നേരത്ത് കലിമത്തു തൗഹീദ് ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് ഇവിടെ പറയാൻ അവന് അല്ലാഹു എളുപ്പം നൽകുന്നതാണ്. മരണനേരത്ത് അവന്റെ മരണവെപ്രാളത്തിൽ നിന്നുള്ള വേജാറിൽ നിന്നുള്ള ഘട്ടം അവന് തരണം ചെയ്യാൻ കഴിയുന്നതാണ്. ഏത് നിമിഷത്തിലാണ് എനിക്കും നിങ്ങൾക്കും മരണം വരികയെന്നറിയില്ല. മരണം ഏതൊരാൾക്കും വരുന്ന സത്യമാണ്. പെട്ടെന്നാണ് ഇന്ന് പല മരണവാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ മരണവാർത്ത കേൾക്കുമ്പോ ഒരു നിമിഷം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരാറുണ്ടോ? പടച്ചവനെ, ഇന്നാലിന്ന ആള് മരിച്ചു എന്ന വാർത്തയാണ് ഞാൻ കേട്ടത്, ഇനി അടുത്ത ദിവസം എന്റെ മരണ വാർത്ത ആളുകൾ കേൾക്കുമല്ലോ എന്നൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വരുമ്പോ നമ്മുടെ മനസ്സ് പറയും, ആ മരണനേരം എനിക്ക് എളുപ്പമാകണം. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് തന്നെ വിട പറഞ്ഞു പോകണം. എന്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോകുമ്പോ ഇവൻ മരിച്ചു പോയത് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥ വരരുത്. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ മരണവെപ്രാളത്തിൽ നിന്ന് അല്ലാഹു എളുപ്പം നൽകാൻ ദുൽഹിജ്ജയുടെ 1 തൊട്ടുള്ള ദിവസങ്ങളെ നമ്മൾ നല്ലവണ്ണം ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടക്കേണ്ടതാണ്. ഇന്ന് ദുൽഖഅദ 27 ഇനി 28, 29, 30 കിട്ടുകയാണെങ്കിൽ 30, അല്ലെങ്കിൽ ഇനി 2 ദിനം കൂടി നമ്മുടെ മുന്നിൽ ദുൽഹിജ്ജ 1 വരാൻ, അല്ലെങ്കിൽ 3 ദിവസം. ആ ദുൽഹിജ്ജ വരുമ്പോ ദുൽഹിജ്ജ 1 തൊട്ടേ നമ്മൾ അതിന് വേണ്ടി തയ്യാറാവണം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ വൽ ഫജ്രി വലയാലിൻ അശ്ർ അത് പാരായണം ചെയ്യുന്നത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അത് പാരായണം ചെയ്യുകയും ആ സൂറത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. ഒരിക്കലും ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറഞ്ഞു, ആരുടെ മണ്ണിൽ കൊണ്ടുവച്ചാൽ അവിടെ അവന് അല്ലാഹു വെളിച്ചം നൽകുന്നതാണ്. ഇവിടുത്തെ വെളിച്ചം നമുക്കറിയാം. പെട്ടെന്ന് ഇപ്പൊ അടുത്തേത് ഏകദേശം ഒരാഴ്ച മുമ്പ് 4:30 മണിയാകുമ്പോഴേക്ക്, ഒരു 5 മണിയാകുമ്പോഴേക്ക് ഒരു 7 മണിയായ ഒരു ഫീൽ ഉണ്ടായി. കാരണം പെട്ടെന്ന് മഴക്കാർ വന്ന് ഇരുട്ട് പിടിച്ച് എല്ലാരും പറയാൻ തുടങ്ങി, ഒരു 7 മണിയായവരുണ്ട്. പടച്ചവൻ വിചാരിച്ചാൽ ഇവിടെയും ഇരുട്ട് പെട്ടെന്ന് തരുന്നവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരം വെളുപ്പിച്ച് വൈകുന്നേരമാകുന്ന നേരത്ത് നമുക്ക് പകലിനെ എടുത്തു കളഞ്ഞ് ഇരുട്ട് തരികയാണ്. എന്നാൽ ആ ഇരുട്ടിൽ പോലും ഒരു വെളിച്ചമില്ലാതെ നമുക്ക് നടന്നു പോകാനാവൂല. വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ആ വാഹനത്തിന്റെ ലൈറ്റ് ഇല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? കഴിയും? സാധിക്കില്ല. ഇനി ഒരു കാടിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾ കയ്യിൽ ടോർച്ച് ഇല്ലെങ്കിൽ, ഇനി മൊബൈലെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് നടക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ അവസ്ഥ പറയുന്നത്. എന്നാൽ അടഞ്ഞു കിടക്കുന്ന 6 അടി മണ്ണിന്റെ അകത്തെ ഇരുട്ട് നമ്മളെ ഓർത്തു നോക്കൂ. ആ ചെറുകുടിയിൽ നമ്മളെ കിടത്തിയിട്ട് അതിന്റെ മുകളിൽ ഞങ്ങൾ മൂടുപലക വെച്ചിട്ട് 3 പടി മണ്ണ് വാരിയിട്ടിട്ട് കവളം കിടക്കിയിട്ട് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞാലുള്ള ഇരുട്ടുണ്ടല്ലോ. ആ ഇരുട്ടിൽ ഈ ദുൽഹിജ്ജ 1 തൊട്ടുള്ള ദിവസങ്ങളെ ആദരിച്ചവന്റെ വെളിച്ചം അല്ലാഹു നൽകുന്നതാണ്.
പിന്നെയോ നന്മ തിന്മകളെ തൂക്കുന്ന നേരത്ത് നന്മയുടെ തുലാസ് കനമുള്ളതാകുന്നതാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തി നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ഘട്ടങ്ങള്, ഓരോ അവസ്ഥകള്, വീഴ്ചകള്, ആ വീഴ്ചകളിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകളെന്ന് പുറത്തു തരും. പിന്നെ 10ാമത് പറഞ്ഞു വലിയ ഉയർന്ന പദവിയിലേക്ക് അല്ലാഹു അവനെ എത്തിക്കുന്നതാണ്. പടച്ചവനെ നീ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തരണേ അല്ലാഹ്. 12 മാസമുള്ളതിൽ 10 ദിവസങ്ങൾ പ്രാധാന്യമാണ്. 12 മാസമുണ്ട്. മുഹറം തൊട്ട് തുടങ്ങിയ ദുൽഹിജ്ജ സമാപിക്കാൻ പോവാണ്. മുഹറം തൊട്ട് തുടങ്ങി ദുൽഹിജ്ജ 12ാമത്തെ മാസം ദുൽഹിജ്ജ. എന്നാൽ ഈ 12 മാസങ്ങളിൽ 10 രാത്രികളും 10 പകലുകളും പ്രാധാന്യമുള്ളതാണ്. ആ കാര്യങ്ങൾ 10 ഈ 12 മാസങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. അതിൽ ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്തുണ്ട്. പിന്നെയോ ദുൽഹിജ്ജ 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ തർബിയത്തിന്റെ ദിവസമുണ്ട്, അറഫയുടെ ദിവസമുണ്ട്, ബലിപെരുന്നാളിന്റെ ദിവസമുണ്ട്, തൽബിയത്തിന്റെ ദിവസമുണ്ട്. അതുകൊണ്ട് ഈ 10 ദിനങ്ങളുടെ പ്രാധാന്യമാണ്. പിന്നെ 10 ദിവസങ്ങൾ എപ്പോഴാണ്? മുഹറം 1 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങളിൽ പ്രധാനമർഹിക്കുന്ന 10 ദിനമാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പം മനസ്സിലേക്ക് പിശാച് തോന്നിപ്പിക്കുന്നു. ഇപ്പൊ എത്ര കാലമായി ഓരോ കൊല്ലം നമ്മൾ കേൾക്കുന്നില്ലേ? ഓരോ കൊല്ലവും കേൾക്കേണ്ട സമയത്ത് എന്താക്കണം? കേൾക്കണം. നമുക്കിപ്പോ ഏതൊരു കാര്യവും അറിയാനിട്ടല്ല, പിന്നെ അത് ആ സമയത്ത് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ എന്തുവരും? എളുപ്പമാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്വം പറഞ്ഞു തന്നിട്ട് പിന്നെ ഓർമ്മപ്പെടുത്തുന്നത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രാധാന്യപ്പെട്ട ഈ 10 ദിവസങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തിരക്കില്ലാത്ത ആളെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? തിരക്ക് നമുക്ക് ഒരിക്കലും തീരൂല. നമ്മുടെ അടുത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോ നമ്മൾ പറയും, കുറച്ചുകൂടി സമയം എന്താന്ന് പറയും. അത്രയും തിരക്കാ മനുഷ്യന്റെ അവസ്ഥ. പക്ഷേ നമ്മൾ പറയേണ്ടത് കേൾക്കേണ്ട സമയത്ത് കേൾക്കണം. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ സദസ്സിലിരുന്ന ആളുകളൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സമാധാനവും സംരക്ഷണവും തരണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്ഹിയ്യത്ത്. ആ ഉദ്ഹിയ്യത്തിൽ നമ്മൾ പങ്കുചേരണം. ദീപിപ്പിക്കാൻ നേരെയില്ല. ഉദ്ഹിയ്യത്ത് എല്ലാ നാടുകളിലും ഷാര് ചേർന്ന ആളുകളുടെ ബോർഡുകൾ വരെ തൂക്കി എല്ലാ ഇടങ്ങളിലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹല്ലിൽ നടത്തുന്നുണ്ട്, അൽഹംദുലില്ലാ. അത് നടത്തുന്ന സാധാരണ പറയാറുള്ളത് അത് ഇന്ന സ്ഥലത്ത് അവിടെ വെച്ച് എല്ലാവരും ഷെയർ ചെയ്ത് നടക്കലാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനോട് ഏകീകരണം ഉണ്ടാക്കി ആളുകൾ അറിയുന്ന വിധത്തിലേക്ക് അത് പരസ്യപ്പെടുത്തുന്ന രൂപത്തിലാവണം. കുറെ ആൾ അറിയുന്നില്ല ഉദ്ഹിയ്യത്തുണ്ട്, പക്ഷെ എങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ എത്ര ആളുകൾ ഒരു മൃഗത്തിന് എത്ര ഷെയർ ചെയ്യുന്നു? 1, 2, 3, 4, 5, 6, 8, 10 മൃഗങ്ങൾ ഒരു നാട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ 10 മൃഗം ഷെയർ ചെയ്യാൻ നടക്കുന്നതാണെങ്കിൽ ഓരോന്നിന്റെയും ഒരു മൃഗത്തിന്റെ ഇത്ര ആളുകൾ, ആ ആളുകളുടെ പേരെഴുതി അതിപ്പോ പള്ളിയുമായി ബന്ധപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് കാണുന്ന സ്ഥലത്ത് അത് പ്രദർശിപ്പിച്ചാൽ അതിന് ചേരാൻ പറ്റുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ മറ്റോ ആ ബോർഡ് കാണുമ്പോ മനസ്സിൽ വരുമ്പോ ഉദ്ഹിയ്യത്തിന് ഒരു ഷെയർ ഞാൻ എന്താക്കണല്ലോ, ചേരണല്ലോ. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, അല്ലെങ്കിൽ ആരെയും പ്രയാസപ്പെടുത്താൻ പറയല്ല. പക്ഷെ ഉദ്ഹിയ്യത്തിന്റെ കാര്യം അത് ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുക്കണം. എല്ലായിടങ്ങളിലും പള്ളിയുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തിന്റെ വിഷയം വളരെ വിപുലമായിട്ട് നടക്കുകയാണ്. ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ് ഓരോ ആളുകൾക്കും. കാരണം ഉദ്ഹിയ്യത്ത് നടക്കാൻ പറ്റാത്ത ആളുകൾ ഇന്നില്ല എന്നാണ്. അത്രയും പ്രത്യേകിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറു ഉമ്മത്തി യുദ്ഹിഊന, എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഉത്തമരായവർ അത് ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തുന്നവരാണ്. ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് ഏകദേശം ഒരു ഷെയറിന് 10 രൂപയെങ്കിലും വേണ്ടി വരും, അതിലധികം വേണ്ടി വരും. ഇന്നത്തെ വില അനുസരിച്ച് ഒരു പോത്തിന് ഇറക്കുമ്പോൾ അതിന് ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ 3000, 4000, 5000, 6000 രൂപയൊക്കെ ആയിരുന്നു ഒരു ഷെയറിന് ഉണ്ടാകുക. ഇന്ന് വില കൂടിയ കാരണം കൊണ്ട് തന്നെ 10ന്റെ മുകളിൽ കൂടി ഷെയറിന് വേണ്ടി വരും. അതായത് ഒറ്റയ്ക്ക് ഒരാൾക്ക് 80,000, 90,000 കൊടുത്തിട്ട് ഇറക്കാൻ പറ്റൂല. ഇന്നത്തെ പൈസയുടെ കാര്യത്തിൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ 7 ആളുകൾക്ക് ഒരു പോത്തിന് ഷെയർ ചേരാം. 7 ആളുകൾക്ക് പോത്ത്, അതുപോലെ തന്നെ മറ്റുള്ള പശു, കുട്ടൻ പോലെയുള്ള ആ മൃഗങ്ങളിൽ 7 ആളുകൾക്ക് ഷെയർ ചേർന്ന് ഉദ്ഹിയ്യത്ത് നടത്താം.
ഉദഹിയത്ത് നടത്താത്തവനെ കുറിച്ച് പറഞ്ഞത് എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും ശർറുടയവർ ഉദഹിയത്തിൽ പങ്കുചേരാത്തവരാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധ പുലർത്തണം എന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ചേർന്ന ആളുകൾ ഒന്നുകൂടി ചേരാത്ത ആളുകൾ അതിലേക്ക് അടുപ്പിച്ച് ആ ഉദഹിയത്തുമായിട്ട് ബന്ധപ്പെടുത്തണം. കാരണം ഉദഹിയത്തിന്റെ മൃഗം നാളെ നമുക്ക് റബ്ബിന്റെ മുന്നില് വലിയ സാക്ഷിയായി നിൽക്കുകയും നമുക്ക് നാളെ റബ്ബിന്റെ അടുത്തേക്ക് ഖബറിൽ നിന്ന് നമ്മൾ യാത്രയാകുമ്പോ ആ ഉദഹിയത്ത് അറുത്ത മനുഷ്യരുണ്ടല്ലോ, അവൻ അറുത്ത ആ മൃഗം അവന് വാഹനമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് നൽകുമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദഹിയത്തിന്റെ ആ മൃഗം അവന്റെ ഉദഹിയത്താരാറു കൊന്നു എന്നാൽ അവനത് പാലം സിറാത്തിൽ മർക്കവാണെന്നുള്ളത്. സിറാത്ത് പാലത്തിന്റെ മീതെ കടക്കുമ്പോ വാഹനമായിട്ട് അവനെ കൊണ്ടുപോകാനുള്ള ഒരു ഉപകരണമായി അത് അവിടെ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. മാത്രമല്ല ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ച ഒരുപാട് പരിശുദ്ധമായ വചനങ്ങളുണ്ട് ഉദഹിയത്തുമായി ബന്ധപ്പെട്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസ് മഹാനായ അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറയാണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു ഇദാ ഹുശറൽ മുഅ്മിനൂൻ. ഈ ഹദീസ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം, ദീർഘിപ്പിക്കേണ്ട. പക്ഷേ ഈ സമയത്ത് പറയേണ്ടത് ഇപ്പോൾ പറയണല്ലോ. നബി തങ്ങൾ പറഞ്ഞു ഇദാ ഹുശറൽ മുഅ്മിനൂന മിൻ ഖുബൂരിഹിം, മുഅ്മിനീങ്ങളെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അല്ലാഹു തആല പറയും യാ മലായികതി, എന്റെ മലക്കുകളെ, എന്റെ അടിമകളെ നടത്തി കൊണ്ടുപോകല്ല. എങ്കിലും വല്ലർതബൂഹും അലാ നജായിബിഹിം, അവരുടെ വാഹനങ്ങളുണ്ട്, അതിന്റെ മുകളിൽ അവരെ കൊണ്ടുപോകണേ. കാരണം ഫഇന്നഹും യഅതാദു റുകൂബ ഫിദ്ദുനിയ, ദുനിയാവിൽ അവർ വാഹനങ്ങളിൽ സഞ്ചരിച്ച് പതിവായവരാണ്. നമ്മളിപ്പോ ഒരാൾ വണ്ടി എടുക്കാണ്ട് നടന്നു വാഹനത്തിൽ പോകുന്ന ഒരാൾ നടന്നു പോകുന്ന കണ്ട ഏതൊരാളും ചോദിക്കും വണ്ടി എടുത്തില്ല ചോദിക്കൂലേ? നമ്മളന്ന് വണ്ടി എടുക്കാണ്ട് നടക്കാന്ന് വിചാരിച്ചേ എന്നാലും ചോദിക്കും വണ്ടി എടുത്തിട്ടില്ല വാഹനം എടുത്തിട്ടില്ല ചോദിക്കും. അല്ലാഹു പറയും മലക്കുകളോട് മലക്കുകളെ ദുനിയാവിൽ അവർ വാഹനത്തിൽ സഞ്ചരിച്ച് ശീലിച്ച ആളുകളാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾ നടത്തല്ല. അവരുടെ തുടക്കം തന്നെ അവരുടെ ഉപ്പമാരുടെ മുതുകിലാണ് അവർ സഞ്ചരിച്ചത്. ഉപ്പമാരുടെ മുതുകിൽ നിന്ന് പിന്നെ അവരുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ് അവർ. ആ ഗർഭപാത്രം അവർക്ക് വാഹനമായി. ഉമ്മ അവരെ ഇങ്ങനെ ഗർഭം ചുമന്ന് നടക്കാണ്. ഉമ്മ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കൊണ്ട് നടക്കുകയാണ്. അതിനുശേഷമോ അവർ അവരെ പ്രസവിച്ചതിന് ശേഷം ഉമ്മയുടെ മടിത്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് മർക്കബുഹും അവരുടെ വാഹനമായിരുന്നു. ഉമ്മാന്റെ മടിയിലാണ് ആ കുട്ടികൾ ഉണ്ടാകുക. ഉമ്മ ഇങ്ങനെ കുട്ടിയെ താരാട്ട് പാടുന്നു. പിന്നെ ഏതുവരെ മുലകുടി പ്രായം തീരുന്നത് വരെ, മുലകുടി പ്രായം തീർന്നാലും മർക്കബുഹും പിന്നെ ബാപ്പമാരുടെ മുതുക്, ബാപ്പമാരുടെ പെരടിയിലാരുണ്ടാകുക കുട്ടികളുണ്ടാകുക. കുട്ടികളെ പിന്നെ ഉപ്പമാരിങ്ങനെ എടുത്ത് തട്ടി മുതുകിലും തോളിലും കയ്യിലും ഇങ്ങനെ തട്ടി നടക്കും. അങ്ങനെ അവരിങ്ങനെ വളർന്നു വരുമ്പോ പിന്നെ അവർ മൃഗങ്ങൾ, അവരുടെ വാഹനങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങളിലാണ് അവർ സഞ്ചരിച്ചത്. അതുകൊണ്ട് ആ സഞ്ചാരം കടലിലൂടെ പോകുമ്പോൾ കപ്പലുകളിലും വഞ്ചികളിലുമാണ് അവർ സഞ്ചരിച്ചത്. അവർ മരിച്ചപ്പോഴോ അവരുടെ കൂട്ടുകാരുടെ പെരടിയിലാണ് അവരുണ്ടായത്. അഥവാ എല്ലാവരും മയ്യത്ത് കട്ടിന് പിടിച്ചിട്ടാണ് എന്താക്കിയത്, കൊണ്ടുപോയത്. അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് അവർ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരെ നടത്തിക്കൊണ്ടുപോകല്ല. അവർ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ശീലിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ വാഹനങ്ങളെ നിങ്ങൾ മുന്തിക്കണേ. അത് അവൻ നടത്തിയ മൃഗമാണ്, അതിനെ കൊണ്ടുവന്നിട്ട് ഇവരെ അതിൽ കൊണ്ടുപോകണേ എന്ന് മലക്കുകളോട് പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ഉദഹിയത്ത്. ആ ഉദഹിയത്തിൽ അംഗമാവാൻ നമ്മളൊക്കെ ചേരണം. ഇനി സ്വന്തമായിട്ട് ആടിനെ അറുക്കുന്നവർ, ഇനി സ്വന്തമായിട്ട് തന്നെ പോത്തിനെ അറുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അറുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും അറവിൽ നമ്മൾ അംഗമാവണം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. ആ അറവിൽ അംഗമാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ദുൽഹിജ്ജ 1 തൊട്ട് അവർ മുടി കളയുകയോ നഖം മുറിക്കുകയോ പഠിച്ചു കളയുന്ന മുടികളോ മറ്റോ ഒന്നും അവർ അറവ് കഴിയുന്നത് വരെ എന്താക്കാൻ പാടില്ല, അവർ എടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അതിന് എന്തിനാ ഇങ്ങനെ പറയുന്നത്?
ഉദ്ഹിയ്യത്ത് നടത്തുന്ന ആളുകൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യുന്നത് ആ ഉദ്ഹിയ്യത്ത് നടത്തുന്ന മനുഷ്യന് നരകത്തിൽ നിന്ന് ഈ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറുക്കലോടുകൂടെ ഇവന്റെ എല്ലാം നരകത്തിൽ നിന്ന് പടച്ചുകൊണ്ടാക്കും മോചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവന്റെ എല്ലാ അവയവങ്ങളിലെ എല്ലാ ഭാഗങ്ങളും ആ നരകമോചനം ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ദുൽഹിജ്ജന്റെ മുമ്പന്നെ, ദുൽഹിജ്ജ ഒന്നിനു മുമ്പന്നെ എന്താക്കുക, മുടി കളയേണ്ടവരൊക്കെ പിന്നെ അതിന് മുമ്പന്നെ മുടി മുറിക്കേണ്ടവരെ മുറിച്ച് റെഡിയായി, പിന്നെ 1 മുതൽ പിന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെ പിന്നെ എന്താക്കാൻ പാടില്ല, ഉദ്ഹിയ്യത്തിൽ അംഗമാകുന്ന ആളുകൾ. ഇനി അല്ലാത്ത ആളുകളും അത് ശ്രദ്ധിച്ചാൽ നന്മയുടെ, കാരണം ഹാജിമാരൊക്കെ അവിടെ വെച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുകയും അവരവിടെ നിന്ന് പ്രാർത്ഥനകൾ നടത്തുന്ന സമയവുമാണ്. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ സംസാരിക്കാം. അല്ലാഹു തആല നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പുണ്യമേറിയ ദിവസം, പുണ്യമേറിയ രാവ് നമ്മിലേക്ക് വരുമ്പോൾ ദുൽഹിജ്ജ 1-ാമത്തെ രാത്രി തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. നാളെ ദുൽഹിജ്ജ 1 ഇന്നത്തെ രാത്രി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഞാനും നിങ്ങൾ അതിനു വേണ്ടി സജ്ജരാണ്. പടച്ചവനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബത്തിനൊക്കെ മരിച്ചു പോയ പലരുന്നവർക്കൊക്കെ വേണ്ടി ഒരു 11 തഹ്ലീൽ ചെറിയൊരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കാരത്തിൽ അതിലൊക്കെ പങ്കെടുത്ത് നമുക്ക് പിരിഞ്ഞു പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.